നാട്ടിൽ നിന്ന് തിരിച്ചു പോരായപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന യാത്രകളൊക്കെ തിടുക്കത്തിൽ കംപ്ലീറ്റ് ചെയ്യണ തിരക്കിലാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോയത് വാഗമണിലേക്കായിരുന്നു. എൻ്റെ തറവാട്ടിലെ എല്ലാ ഫാമിലിയും എല്ലാവരും ചേർന്നിട്ടുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. ഒരു 30-35 പേരുണ്ടായിരുന്നു. അടിപൊളി ഫാമിലി ട്രിപ്പായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യുന്ന യാത്രകളെക്കാളും നമ്മൾ യാത്ര ആസ്വദിക്കുക ഇതുപോലെയുള്ള ഫാമിലി ട്രിപ്പുകളിൽ പോകുമ്പോഴാണ്. വലിയ പാട്ടുകാരൊന്നും അല്ലെങ്കിലും പാടാൻ ആഗ്രഹമുള്ള എല്ലാവരും കാണുമല്ലോ നമ്മളെ ഇടയിലേക്ക്. അവർക്കൊക്കെ ഒരു സുവർണ്ണ അവസരമാണ് കേട്ടോ ഈ ട്രിപ്പ്. അപ്പോൾ ഞാനും ഒരു കൈ നോക്കിയിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പോലെ. പിന്നെ എല്ലാവരും കൂടുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഡാൻസൊക്കെ ചെയ്ത് പോകുന്നത് അത് പ്രത്യേക വൈബാണ്. വാഗമണിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. നല്ല കാലാവസ്ഥയായിരുന്നു, ചെറിയ കോടയൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഞങ്ങൾ ആദ്യം പോയത് വാഗമൺ അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ സിപ്പ് ലൈനും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. 250 റുപ്പീസാണ് കേട്ടോ ഓരോ ആക്ടിവിറ്റിക്കും ചാർജ് വരുന്നത്. അപ്പോൾ ഹസ്ബൻഡും മോനൊക്കെ സിപ്പ് ലൈനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. സൈക്ലിങ്ങിൻ്റെയാണ് സിപ്പ് ലൈൻ കേട്ടോ, ഈ കാണുന്ന പോലെ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പേടിയായിരുന്നതുകൊണ്ട് ഞാനിതിലൊന്നും കയറിയിട്ടില്ല. ആകെ ഗ്ലാസ് ബ്രിഡ്ജിലാണ് കേട്ടോ കയറിയത്. ഗ്ലാസ് ബ്രിഡ്ജ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ മുകളിലൂടെ ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഉയരത്തിൽ നിന്നിട്ടുള്ള ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനായിട്ട് ക്യൂ ഇത്തിരി അധികമായിരുന്നു കേട്ടോ. കാരണം 15 പേരൊക്കെ ഇതിൽ ഒരു സമയം കയറ്റുള്ളൂ. അതുകൊണ്ട് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ ചെയ്തത്. എന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ് കഴിച്ചത്. പിന്നെ ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. വാഗമണിൻ്റെ ഒരു ട്രേഡ് മാർക്കായി സ്ഥലമാണല്ലേ പൈൻ ഫോറസ്റ്റ്. ഒരുപാട് സിനിമകളിലൊക്കെ നമ്മൾ ഈ പൈൻ ഫോറസ്റ്റ് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ സമ്മർ ഇൻ ബത്ലഹേമിൽ മഞ്ജു വാര്യരുടെ സോങ്ങിലുള്ള ആ ഒരു ഭാഗമൊക്കെയാണ്. കുറേ സിനിമകളിലുണ്ട് ഈ പൈൻ ഫോറസ്റ്റ്, നമ്മൾ സ്ഥിരം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത് നേരിട്ട് കാണുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു പൈൻ ഫോറസ്റ്റിൻ്റെ ആ വ്യൂവും മരങ്ങളൊക്കെ നിൽക്കണ ആ ഒരു വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ പോയത് മൊട്ടക്കുന്നിലേക്കാണ് കേട്ടോ. മൊട്ടക്കുന്ന് കുറേ ഉണ്ട് ഇങ്ങനെ കുന്നുകളായിട്ട്. പക്ഷെ അതും നല്ല അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഓരോ കുന്നിൻ്റെ മുകളിലുള്ള വ്യൂവും വേറെ വേറെയാണ്. നല്ല രസമായിരുന്നു കാണാനായിട്ട്. നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തൊരു ട്രിപ്പായിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം കേട്ടോ.